നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100% വിജയസാധ്യത ഉള്ള സീറ്റുകളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും കോഴിക്കോടിൽ എലത്തൂരായിരിക്കും. അവിടെ നമ്മുടെ എ കെ ശശീന്ദ്രൻ സാറ് തന്നെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയാവുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. ഇത്തവണ എത്രയായിരിക്കും ഭൂരിപക്ഷം? ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് മാത്രമേ ഇപ്പം പറയാൻ കഴിയൂ. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമ്മൾ ആരംഭിച്ചല്ലേ ഉള്ളൂ. കാരണം ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പൊതുവേയും എലത്തൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഓരോ വോട്ടറുടെയും മുമ്പിലുണ്ട്. വികസന കാര്യത്തിൽ അവിടുത്തെ വോട്ടർമാർ, ജനപ്രതിനിധികൾ, അത് UDF ആയാലും LDF ആയാലും BJP ആയാലും അവർ എൻ്റെ ആ വികസന സമീപനത്തിൽ തൃപ്തരാണ്. ആ തൃപ്തിയാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എൻ്റെ വോട്ട് ശതമാനം വർദ്ധിക്കാനിടയാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ എൻ്റെ നേതൃത്വത്തെ ഒടുവിൽ പ്രേരിപ്പിച്ച സമീപനം, വികാരവും ഒരുപക്ഷെ അതുതന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണം ഏറ്റുവാങ്ങി, അതിപ്പോൾ വന്യജീവികളുടെ ആയിരുന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വകുപ്പാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് അതിൻ്റെ ചുമതലയായിരുന്നപ്പോൾ കേരളത്തിലെ വനവിസ്തൃതി വർധനവുണ്ടായി. അതുപോലെ ഈ ക്ഷുദ്രജീവികളെ വെടിവെക്കാനുള്ള ഓർഡറിൽ വരെ താങ്കൾ ഏറ്റെടുത്ത് അതിലൊരു നീക്കുപോക്ക് വരുത്തുകയുണ്ടായി. എങ്ങനെ കാണുന്നു ആ ഒരു ഉള്ള തീരുമാനങ്ങളിലെടുത്തതിലൊക്കെ? ഈ മന്ത്രിയായി എന്നെ നിശ്ചയിച്ചതിന് ശേഷം എനിക്ക് വനവകുപ്പിൻ്റെ ചുമതലയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വനം വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്, ഇതുവരെ നമ്മൾ ഒരു അനുബന്ധ വകുപ്പായിട്ടല്ലേ ഇത് കൊടുക്കാറ്, അതുകൊണ്ട് ഇപ്പോഴെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് സൗഹൃദ സംഭാഷണത്തിൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാക്കി നമുക്ക് മാറ്റണം. കാരണം നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ആദ്യം നേരിട്ട പ്രതിസന്ധി സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള 10 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോണായി വെക്കണമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം വന്നപ്പോൾ ജനങ്ങളാകെ പരിഭ്രാന്തരായി. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തു നിന്ന് ഒരു കുഞ്ഞിന് പോലും ചട്ടിയും കലവും എടുത്ത് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ഞാനിപ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ആ വിധി തിരുത്തി ബഫർ സോൺ സംബന്ധിച്ച കാര്യത്തിൽ പുനരാലോചന നടത്താനുള്ള ഒരു തീരുമാനം നിയമപരമായി തന്നെ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഈ പെറ്റീഷനുമായി താങ്കൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ കോടതിയുടെ ഗേറ്റ് പോലും നിങ്ങൾക്ക് തുറന്നു തരില്ല, അതുകൊണ്ട് അനാവശ്യമായി ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടിലേക്ക് പോകേണ്ട എന്നായിരുന്നു നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അത് സാധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലേ? ഒന്നാമത്തെ വിജയം അതായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം വന്നത്, ഇതിനു മുമ്പ് കേരളത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വന്യജീവി അക്രമമാണ്. അത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് എന്നൊരു വകുപ്പും അതിനൊരു മന്ത്രി വന്നത് ആരും അറിഞ്ഞിട്ടില്ല. തുച്ഛമായൊരു തുകയാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചത്. കേവലം 72 ലക്ഷം രൂപയാണ്. എന്നാൽ അത് മാറിയപ്പോൾ 100 കോടിയിലധികം തുക വകയിരുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വകുപ്പായി ആ വകുപ്പ് മാറേണ്ടി വന്നത് ഈ വന്യജീവി അക്രമം മൂലം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനാണ്. മന്ത്രി നേരിട്ടിടപെടാതെ തന്നെ സമയാസമയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധത്തിൽ വകുപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നല്ല തോതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കൂടി പൂർത്തിയാകാനുണ്ട്. വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ UDF ഇവിടെ കോഴിക്കോട് ജില്ലയിൽ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. UDF എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കൃത്യമായി തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണ്. ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് റോഡിൽ മൈതാനത്ത് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാനല്ല. അവരെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ യഥാസമയം ഉചിതമായ സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിലൊക്കെ അവർക്ക് നൽകിയിട്ടുള്ള ഭരണഘടന നൽകിയിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ഉന്നയിക്കാനും പരിഹാരം കണ്ടുപിടിക്കാനും. ആ ചുമതല വിസ്മരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പൂർണ്ണമായും ജനകീയ വിരുദ്ധമായ നിയമവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചത്. അതൊന്നും ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷത്തിന്
ഭൂഷണമായൊരു കാര്യമല്ല. അങ്ങനെയുള്ള പ്രതിപക്ഷത്തെ വീണ്ടും ഭരണമേൽപ്പിച്ചാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയും ഞങ്ങളുടെ വിജയത്തിന് ഒരു കാരണമായി മാറും. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ എങ്ങനെയായിരിക്കും? ഇന്ന് ഞങ്ങൾ 9:30 കമ്മിറ്റി കൂടുന്നുണ്ട്. കാരണം ഇന്നലെയാണല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ന് 9:30 കമ്മിറ്റി കൂടുകയും തുടർ ദിവസങ്ങളിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഇന്നും നാളെയുമായി 2 ദിവസം 2 മേഖലകളിലായി റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഞാൻ നടത്തുന്ന യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ ചിന്ത LDFന് അനുകൂലമാക്കണം. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ ഇതുവരെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിൽ ആ അസംബ്ലി മണ്ഡലത്തിലെ ഒരു വാർഡ് മെമ്പർക്ക് പോലും അവരുടെ വികസന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന ഒരു MLA ആണ് ഞാനെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവിധ ആശംസകളും ശ്രീ ശശീന്ദ്രന്. കൈരളിയുടെ പ്രവർത്തകന്മാരുടെയും വളരെ ശുഷ്കാന്തിയോടുകൂടിയ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി മാറിയിട്ടുണ്ട്. ഇനിയും ആ രൂപത്തിൽ തുടരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. തീർച്ചയായും ജനങ്ങളുടെ ആ ഒരു പിന്തുണയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മണ്ഡലത്തിൽ കിട്ടുന്ന സ്വീകാര്യതയും തന്നെയാണ് ശ്രീ AK ശശീന്ദ്രൻ്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.